പത്തനംതിട്ട പ്രധാന സേവകരെ സ്വീകരിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആവേശമാണ് പത്തനംതിട്ടയ്ക്ക്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് എത്തിയിരുന്നു. അന്ന് പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ ആദ്യമായി BJP ഏതാണ്ട് NDA സഖ്യം ഏതാണ്ട് 3 ലക്ഷത്തിനടുത്തേക്ക് വോട്ട് നില ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി. പ്രധാന സേവകൻ മുന്നിൽ നിന്ന് അന്ന് അവിടെ നടത്തിയ പ്രചരണ പരിപാടികളൊക്കെ BJP ക്യാമ്പിൽ നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. അതുകൊണ്ട് പത്തനംതിട്ട എങ്ങനെയാണ് പ്രധാന സേവകരെ സ്വീകരിക്കുന്നതെന്ന് അറിയാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. മിഥുൻ, പത്തനംതിട്ട അതിൻ്റെ എല്ലാ ആവേശത്തോടും കൂടി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ? എത്രത്തോളം ആവേശത്തിലാണ് NDA ക്യാമ്പ്? ഉമേഷ്, പ്രധാന സേവകൻ പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആവേശം ഒട്ടും ചോരാതെയാണ് പത്തനംതിട്ടയിലെ പ്രധാന BJP പ്രവർത്തകരും NDA ക്യാമ്പും എല്ലാം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. പൊതുജനങ്ങളുടെയും ഒരു വലിയ പങ്കാളിത്തം ഇന്നത്തെ മഹാസമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായ ആ സമയം മുതൽ തന്നെ പത്തനംതിട്ട മുഴുവൻ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ NDA പ്രവർത്തകരും BJP ക്യാമ്പും മറ്റ് സാധാരണ പൊതുജനങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. പത്തനംതിട്ടയിലെങ്കും NDAയുടെ സഖ്യകക്ഷികളുടെ BJPയുടെയും സഖ്യകക്ഷികളുടെയും എല്ലാം കൊടിതോരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയെ എത്തുന്നതിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പാണ്, അക്ഷമയോടുകൂടിയുള്ള ആ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് പത്തനംതിട്ടയിലെങ്കും എന്ന് തന്നെ പറയാം. ഇന്ന് പ്രധാന വേദിക്ക് സമീപമാണ് നമ്മളുള്ളത്. ജില്ലാ സ്റ്റേഡിയത്തിന്റെ പ്രധാന വേദിയിൽ എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കൂറ്റൻ പന്തൽ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി ഈ സമ്മേളന പരിപാടി നടക്കുന്ന ഈ പ്രധാന വേദിയിലേക്ക് എത്തുന്നത്. BJP ജില്ലാ അധ്യക്ഷൻ K. സുരേന്ദ്രനും BJP കേരള ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദ്കറും BJP ജില്ലാ നേതാക്കളും ജില്ലാ അധ്യക്ഷൻ VS സൂരജ് അടക്കമുള്ള നേതാക്കളും എല്ലാം ചേർന്ന് അദ്ദേഹത്തെ ഇവിടേക്ക് സ്വീകരിക്കും. പിന്നീട് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയത്ത് അദ്ദേഹം ഇവിടെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം എന്താണ് പറയുന്നത്, പ്രത്യേകിച്ച് ഓരോ സ്ഥലത്തും എത്തുമ്പോൾ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങളടക്കം കൃത്യമായി മനസ്സിലാക്കി അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാതോർത്തിരിക്കുന്ന ജനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വലിയ കൂറ്റൻ പന്തൽ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. മറ്റു സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രചാരണത്തിൽ ഏറെ മുന്നിലേക്ക് പോകാൻ പോവുകയാണ്. മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് മണ്ഡലത്തിലെ മറ്റ് സ്ഥാനാർത്ഥികളെക്കാളൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തോടുകൂടി വളരെ വലിയ മുന്നിലേക്ക് കടക്കാൻ പോകുന്നു. ഒപ്പം ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി ബൈജു കലാശാല, ഇവരെല്ലാം ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ V. മുരളീധരൻ തുടങ്ങിയവർ ഇവിടെ ഉണ്ടാകും. മറ്റ് 60 സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തോടൊപ്പം പ്രധാന വേദിയിലുണ്ടാകും. 50,000 ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഇരിപ്പിടമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 1 ലക്ഷത്തോളം പ്രവർത്തകർ പത്തനംതിട്ടയിലെയും മാവേലിക്കരയിലെയും നിന്നുമായിട്ടുള്ള 1 ലക്ഷത്തോളം NDA പ്രവർത്തകർ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു ജനസാഗരം തന്നെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുക്കുന്നു. കഴിഞ്ഞ തവണ തൃശ്ശൂരിലും കൊച്ചിയിലും എല്ലാം പ്രധാനമന്ത്രി എത്തിയപ്പോൾ അവസാനം തിരുവനന്തപുരത്ത് പദയാത്ര BJP സംസ്ഥാന അധ്യക്ഷൻ നയിച്ച K. സുരേന്ദ്രൻ നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിയപ്പോഴെല്ലാം വലിയ ജനസാഗരമാണ് നമ്മൾ കണ്ടത്. ആ ഒരു ജനസാഗരം തന്നെ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാമാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ SPGയുടെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും അടക്കമുള്ള സാന്നിധ്യത്തിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അന്തിമഘട്ടത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനസാഗരം തന്നെ. എപ്പോൾ മുതലാണ് പ്രവർത്തകരെ പ്രവേശിപ്പിച്ചു തുടങ്ങുക? പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ട് തന്നെ സമയക്രമത്തിൽ കൃത്യത പാലിക്കേണ്ടതുണ്ട്. എപ്പോൾ മുതലാണ് അവിടേക്ക് പ്രവർത്തകരെ പ്രവേശിപ്പിക്കുക? എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? പ്രത്യേകിച്ച് റിംഗ് റോഡിന് സമീപത്തുള്ള സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നത്. തന്നെ അവിടേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ? ഏത് തരത്തിലാണ്? ഒപ്പം പ്രവർത്തകരെ എപ്പോഴാണ് പ്രവേശിപ്പിച്ചു തുടങ്ങുക? ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി തന്നെ പ്രവർത്തകരെ, വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന പ്രവർത്തകരെ കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി ഇവിടേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും എന്നാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോഴും ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കോ മറ്റ് ആളുകൾക്കോ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്കൊന്നും ഈ സ്റ്റേഡിയത്തിലേക്ക് നിലവിൽ പ്രവേശനമില്ല. SPG കമാൻഡർമാർ ഇവിടെ പ്രത്യേകം നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേക സുരക്ഷാ വലയത്തിലാണ് ഈ സ്റ്റേഡിയം എന്ന് തന്നെ പറയാം. ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഈ
ഗതാഗത നിയന്ത്രണവും രാവിലെ മുതൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, പത്തനംതിട്ട നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾക്ക് അടൂർ ഭാഗത്ത് നിന്ന് ഓമല്ലൂർ വഴി പത്തനംതിട്ടയ്ക്ക് പോകുന്ന വാഹനങ്ങൾ സന്തോഷ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് AGT റോഡ് ഓഡിറ്റോറിയം ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് പുനലത്തപ്പടി സെന്റ് പീറ്റേഴ്സ് വഴി ടൗണിൽ പ്രവേശിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് അടൂരിലേക്ക് പോകുന്ന ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും താഴെ വെട്ടിപ്പുറം മേലെ വെട്ടിപ്പുറം ജംഗ്ഷനിൽ കടന്ന് സെന്റ് പീറ്റേഴ്സ് എത്തി സ്റ്റേഡിയം ജംഗ്ഷനിലൂടെ പോകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പൂങ്കാവ് ഭാഗത്തേക്കുള്ള ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും കുമ്പഴ മല്ലശ്ശേരി ജംഗ്ഷനിലൂടെ കടന്നു പോകണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ നിയന്ത്രണങ്ങളെല്ലാം ഇന്നലെ രാത്രി മുതൽ തന്നെ നിലവിൽ വന്ന നിയന്ത്രണം ഇന്ന് വൈകിട്ട് 4 മണി വരെ തുടരും എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ഉച്ചയോടുകൂടി തന്നെ ഉച്ചയ്ക്ക് 12 മണിയോട് അടുക്കുന്ന സമയത്ത് തന്നെ പ്രവർത്തകരെ ഇവിടേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. മുഴുവൻ ഭാഗങ്ങളിലും ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. ബാരിക്കേഡുകൾക്ക് സമീപത്തൂടെ കൃത്യമായിട്ട് പ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1 ലക്ഷത്തോളം പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തുക. പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിലെ എന്തായാലും വലിയ ആവേശത്തിലാണ് പത്തനംതിട്ട മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം അതിന്റെ ചില പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ചില രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം പത്തനംതിട്ടയെ സംബന്ധിച്ച് UDFന്റെ എപ്പോഴും സുരക്ഷിതമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. എന്നാൽ അവിടെ ഇപ്പോൾ LDFനാണ് എല്ലാ ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അല്പം മുൻകൈയുള്ളത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സംഭവിച്ചത് NDAയുടെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എത്തിയതോടുകൂടി കാര്യങ്ങൾ മാറിമറിയുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന സാഹചര്യം പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നു. 3 ലക്ഷത്തിലടുത്ത് 2,95,000 മുകളിലേക്ക് വോട്ടിംഗ് നില ഉയർത്താൻ അവിടെ അന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയ തിരഞ്ഞെടുപ്പിൽ അവിടെ സാധിച്ചിരുന്നു. അന്നും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDFന് അല്പം മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ, ഒരു മേഖലയിൽ അവിടെ അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ NDAയിലേക്ക് എത്തിയ BJPയിലേക്ക് എത്തിയ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അവിടേക്ക് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുന്നു. അത് എത്രത്തോളം ആത്മവിശ്വാസം BJP ക്യാമ്പിന് നൽകുന്നതാണ് എന്നതിൽ സംശയമൊന്നുമില്ല. ആ രാഷ്ട്രീയ സാഹചര്യം കൂടി വളരെ വേഗമൊന്ന് വിലയിരുത്താം. തീർച്ചയായിട്ടും ഉമേഷ്, അനിൽ ആന്റണി പ്രചാരണത്തിൽ ഏറെ മുന്നിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഇന്ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തോടുകൂടി അനിൽ ആന്റണിയുടെ പ്രചാരണങ്ങൾ ഇവിടെ കൂടുതൽ ശക്തമായി എന്ന് തന്നെ പറയാം. UDFനെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പും അതോടൊപ്പം തന്നെ വികസനമായിട്ടുള്ള പല പദ്ധതികളുടെ അഭാവങ്ങളും എല്ലാം ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമായിട്ട് അവർ പറയുന്നുണ്ട്, പൊതുജനങ്ങൾ പറയുന്നുണ്ട്. ഏകദേശം വർഷങ്ങളോളം UDFന്റെ MP മണ്ഡലമായി മാറിയിരുന്ന ആന്റോ ആന്റണിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ മണ്ഡലത്തിന്റെ കാര്യത്തിൽ വികസനത്തിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടുത്തെ സാധാരണ പൊതുജനങ്ങൾക്കുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് അനിൽ ആന്റണിയുടെ വിജയപ്രതീക്ഷയും ഒപ്പം തന്നെ ഈ മണ്ഡലത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പ് നൽകിക്കൊണ്ട് വിവിധ മേഖലകളിൽ വികസന പദ്ധതികളുടെ എല്ലാം പുരോഗമനം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്നും മോദി സർക്കാരിന് അടുത്ത വരുന്ന മോദി സർക്കാരിന് ഒരു വികസന തുടർച്ച ഉണ്ടാകുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും MPമാരുണ്ടാകേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും അനിൽ ആന്റണി MP ആയിട്ട് കേന്ദ്രത്തിലേക്ക് പോകും. അത് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിലേക്കും പത്തനംതിട്ടയിലേക്കും ഈ വികസന മുരടിപ്പ് അനുഭവപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിലൊക്കെ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ സാധാരണ ജനങ്ങൾക്ക് ഇടയിലുണ്ട്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ K. സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ഇവിടേക്ക് എത്തിയപ്പോൾ 3 ലക്ഷത്തോളം വോട്ടുകൾ ഏകീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടക്കുകയും തെരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾക്ക് വലിയ രീതിയിൽ വോട്ട് ഏകീകരിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്തത്. അത് ഇത്തവണയും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് NDA ക്യാമ്പിനുള്ളത്. അത് ഒറ്റ കാര്യം കൂടി, ഈ പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പറഞ്ഞു വെച്ച ചില പരാമർശങ്ങൾ അത് ദേശീയതലത്തിൽ പോലും വലിയ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് പുൽവാമയിലെ ധീരജവാന്മാരുടെ ബലിദാനത്തെ പോലും അദ്ദേഹം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അതിൽ വളരെ വളരെ വിമർശനം ഉയർന്നു വന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് എന്തായാലും ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയാകുന്നു. സ്വാഭാവികമായും പ്രധാനമന്ത്രി എത്തുമ്പോൾ അത്തരം വിഷയങ്ങൾ എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്നതൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.
തീർച്ചയായിട്ടും ഉമേഷ്, പ്രധാനമന്ത്രി ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ആ സ്ഥലങ്ങളിൽ അഭിസംബോധനകൾ നടത്തുമ്പോഴും അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ പ്രാദേശിക നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പരാമർശങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ആന്റണി എംപിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന രാജ്യവിരുദ്ധ പരാമർശമുണ്ട്. പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് പ്രത്യേകിച്ച് പങ്കില്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു രാജ്യവിരുദ്ധ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനയാണ് ആന്റണി എംപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഒരു കേന്ദ്ര എംപിയുടെ ഭാഗത്തുനിന്നാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇവിടുത്തെ എംപി നടത്തിയിരിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള ആ പരാമർശത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പാകിസ്ഥാൻ അനുകൂലമായിട്ട് നടത്തിയിരിക്കുന്ന രാജ്യവിരുദ്ധമായി നടത്തിയിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ ഭേദശേരിയുള്ള പത്തനംതിട്ട സ്റ്റേഡിയത്തിന് സമീപത്ത് തന്നെ തുടരുക. അവിടുത്തെ ആവേശം ഓരോ ഇടവേളകളിലും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രധാന സേവകർ ഓരോ തവണ കേരളത്തിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ വരവ്, അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തുന്ന ആളുകളുടെ ആവേശം, പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മിഥുൻ അതിൻ്റെ തുടർ വാർത്തകളുമായി തുടരുക.